തലശ്ശേരി അതിരൂപത പ്രൊക്രേറ്റർ ഫാദർ ജോസഫ് കാക്കരമറ്റത്തിൽ എഴുതുന്നു: പാമ്പ്ളാനി പിതാവിന്റെ ചോര കുതിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ. വന്നുഭവിച്ച എല്ലാ അത്യാഹിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒരു കാരണഭൂതനെ നിശ്ചയിച്ച് അവനെ ബലിയാടാക്കി ചാപ്പകുത്തി കല്ലെറിഞ്ഞ് പരിഹാരം ചെയ്യുന്ന സമൂഹ പ്രതിഭാസത്തെ വിശദീകരിച്ചത് റെനെ ജിറാർഡ് എന്ന ഫ്രഞ്ച് തത്വചിന്തകനാണ്. പാപപരിഹാരത്തിനായി മരുഭൂമിയുടെ ഊഷരതയിലേക്ക് അഴിച്ചുവിടപ്പെട്ട ബലിയാട്, സ്കേപ്പ് ഗോട്ട് എന്ന ബിംബത്തിലൂടെ അദ്ദേഹം ഈ പ്രതിഭാസം വിശദീകരിക്കുന്നു. ഒരു ബലിയാടിനെ കണ്ടെത്തി കല്ലെറിയുന്നതിലൂടെ പരിഹാരം ചെയ്ത് തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു എന്ന ആത്മരതിയടയുന്ന ഈ കൂത്ത് സിറോ മലബാർ സഭയുടെ അകത്തളങ്ങളിൽ നടമാടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ബലിയാട് മെക്കാനിസം സോഷ്യൽ മീഡിയയിൽ അതിന്റെ എല്ലാ ഭീതികളോടും കൂടി അഴിഞ്ഞാടി സകല സാമാന്യ മര്യാദകൾ ലംഘിച്ച് വ്യക്തിഹത്യയിലേക്ക് എത്തി നിൽക്കുന്നു. സിനഡ് തീരുമാനിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശിരസാവഹിച്ച് തീവ്രപക്ഷങ്ങളെ അനുനയിപ്പിച്ച് അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ പാമ്പ്ളാനി പിതാവിനെ നിന്ദ്യമായി അധിക്ഷേപിച്ച് ബലിയാടാക്കി ചിത്രീകരിക്കുന്ന ജുബുക്സാവഹമായ കഥകൾക്ക് നാളുകളായി നാം സാക്ഷ്യം വഹിക്കുന്നു. ശാരീരികമായ ആക്രമണത്തോളം വളർന്നു കഴിഞ്ഞ ചില വ്യാജ സഭാസ്നേഹികളുടെ ആക്രോശങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നത് ആരാണ് എന്ന ചോദ്യം ഉയരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? വ്യക്തമായ ചില ഉത്തരങ്ങൾ സഭാ സിനഡിൽ നിന്നും ദൈവജനം പ്രതീക്ഷിക്കുന്നു. ചില നിഗമനങ്ങളും ചോദ്യങ്ങളും ഞങ്ങൾക്കുണ്ട്. 1. സഭയിലെ മുഴുവൻ ആന്തരിക സംഘർഷങ്ങളുടെയും പാപഭാരം സിനഡ് സെക്രട്ടറി എന്ന നിലയിലും എറണാകുളം മെത്രാപ്പോലിത്തൻ വികാരി എന്ന നിലയിലും പാമ്പ്ളാനി പിതാവിൽ ചുമത്തുന്നതാര്? 2. പരിഹാരശ്രമമായി സിനഡ് നിർദ്ദേശിച്ച ഘട്ടം ഘട്ടമായുള്ള ഏകീകൃത കുർബാനയെ സമവായ കുർബാനയെന്ന് ആക്ഷേപിച്ച് അതിന്റെ ഉപജ്ഞാതാവ് പാമ്പ്ളാനി പിതാവെന്ന് വരുത്തി തീർക്കുന്നതാര്? 3. സഭയെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന സഭാസ്നേഹികളെന്ന് വിശേഷിപ്പിക്കുന്നവർ വിഭജനത്തിന്റെ മുറിപ്പാടുകൾ കൊണ്ട് തളർന്നു പോയ സുറിയാനി സഭയുടെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവരാണോ? 4. വിമതപക്ഷമെന്ന് വിശേഷിക്കപ്പെടുന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ മൃഗീയ ഭൂരിപക്ഷമായ വൈദികരെയും അൽമായരെയും അവഗണിച്ച് ഏകപക്ഷീയമായ കടുത്ത തീരുമാനങ്ങൾ എടുക്കുവാനായിരുന്നെങ്കിൽ പാമ്പ്ളാനി പിതാവിന് മുൻപ് അഡ്മിനിസ്ട്രേറ്റർമാരായി അവരോധിക്കപ്പെട്ടവർക്ക് സാധിക്കുമായിരുന്നില്ലേ? പിളർപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തെ എന്തിനാണ് ഈ കുരിശ് സിനഡ് ഭരമേൽപ്പിച്ചത്? 5. ഏതൊരു രൂപതാ സംവിധാനത്തിലും കൂരിയാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ബിഷപ്പാണ്. എറണാകുളത്ത് പാമ്പ്ളാനി പിതാവിന് മാത്രം കൂരിയാംഗങ്ങളെ തെക്കൻ രൂപതകളിലെ പിതാക്കന്മാർ നിയമിച്ചു നൽകാൻ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? 6. സഭയെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നവർ വിമതപക്ഷത്തെ നാണിപ്പിക്കുന്ന രീതിയിൽ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപ്പോലിത്തൻ വികാരിയെയും അധിക്ഷേപിക്കുകയും പിതാവിനെയും പിതാവിന്റെ ഡ്രൈവറെയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും വാഹനത്തിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തിട്ടും കേവലം ഒരു വാർത്താക്കുറിപ്പിറക്കി ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് കൈ കഴുകുന്ന സിനഡിന്റെ മനോഭാവത്തെ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? 7. സിനഡ് അനുകൂലികൾ സമവായ കുർബാന എന്ന് അധിക്ഷേപിക്കുന്ന കുർബാനക്രമം പാമ്പ്ളാനി പിതാവും വിമത അൽമായ നേതാവും തമ്മിലുള്ള രഹസ്യധാരണയിൽ രൂപപ്പെട്ടതാണെന്ന് അധിക്ഷേപിക്കുന്നത് എത്ര വലിയ നുണയാണെന്ന് മറ്റാരേക്കാളും വ്യക്തമായി അറിയാവുന്നത് സിനഡ് പിതാക്കന്മാർക്കല്ലേ? 2024 ജൂൺ 21 പുറത്താക്കിയ സിനഡാനന്തര സർക്കുലറിൽ ഇത് രേഖപ്പെടുത്തുകയും തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം സിനഡ് സെക്രട്ടറിയായ പാമ്പ്ളാനി പിതാവും അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവും കൂരിയ ബിഷപ്പായിരുന്ന വാണിപുരയ്ക്കൽ പിതാവും ഒപ്പം ജൂൺ 29 എറണാകുളം രൂപത പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച പ്രശ്നപരിഹാര ഫോർമുല ജൂൺ 30 ചേർന്ന പെർമനന്റ് സിനഡ് അംഗീകരിച്ചതാണ്. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും നൽകിയ കൽപ്പനയുടെ വെളിച്ചത്തിലാണ് ഈ ക്രമം നിലവിൽ വന്നത് എന്ന സത്യം എന്തുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നത്? ഇതിന്റെ എല്ലാം സൂത്രധാരകൻ പാമ്പ്ളാനി പിതാവാണെന്ന് വരുത്തി തീർക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? മാർ പാമ്പ്ളാനി എപ്പോഴും ഏറ്റുപറയുന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ചരിത്രത്തിൽ ഒരിക്കലും സഭയുടെ പാതകൾ പരവതാനി വിരിച്ചതായിരുന്നില്ല. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു സഭയുടെ വഴികൾ. അതിന്റെ അന്ത്യം കുരിശിലും. കല്ലെറിയാൻ വിജൃംഭരിതരായി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലും അഭിമന്യ പിതാവെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. സഭയെ സ്നേഹിക്കുന്ന ദൈവജനം മുഴുവനും വൈദിക ഗണവും എപ്പോഴും കൂടെയുണ്ട്. നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്ക് മുന്നിൽ പിതാവ് പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ക്രിസ്തുവും അവിടുത്തെ സഭയുമായിരിക്കും.